ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പല ഫോട്ടോസിലും നമുക്ക് മ്യൂസിക്കും കൂടി കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പം അതിൽ മ്യൂസിക്കും കൂടി എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലോട്ട് എത്തുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താലും മതി. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു ഫോട്ടോ ഞാൻ എക്സാമ്പിളിന് സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മ്യൂസിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു മ്യൂസിക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം മ്യൂസിക്കിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇതിൽ വരുത്തേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ഈ ഒരു മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇവിടുന്ന് സെർച്ചും ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്തിട്ട് മ്യൂസിക് കണ്ടുപിടിച്ചിട്ട് അതും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഭാഗമാണ് വരേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോ ഷെയർ ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു ഫോട്ടോയിൽ നോക്കുമ്പം ആ ഒരു ഫോട്ടോയിൽ മ്യൂസിക്കും കൂടി ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ മ്യൂസിക്കിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോയിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.